ഹായ് ഗായ്സ്, മിസ്റ്റർ സ്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തമ്പനയിൽ കണ്ട പോലെ തന്നെ തിരുനെറ്റിക്കല്ലിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇന്ന് ഇവിടുത്തെ മനോഹരമായ കുറേ കാഴ്ചകളും ഇങ്ങോട്ട് വരുന്ന കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കുറച്ച് വിഷ്വൽസിൻ്റെ അത് കണ്ടിട്ട് ബാക്കി നമുക്ക് കാണാം. ജോസ്ഗിരി എന്ന് പറഞ്ഞ ടൗണാ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണ്ടേ, രാജഗിരി റോഡ്. 60 മീറ്റർ അതിൻ്റെ വിൻഡ്. ഇനി നേരെ ജോസ്ഗിരിന്ന് റൈറ്റ്, പിന്നെയും റൈറ്റ്, എന്നിട്ട് നേരെ പോയാൽ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തും. എൻ്റെ വ്യൂ കാണാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഹൈറ്റിലോട്ട് കയറി തുടങ്ങി. ടാർ റോഡ് കഴിഞ്ഞ് ഇനി കോൺക്രീറ്റ് റോഡാണ്. നല്ല കിടിലൻ തണുപ്പ് വരാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി തണുപ്പുണ്ട്. കോൺക്രീറ്റ് റോഡും കഴിഞ്ഞു. ഫുള്ള് ഓഫ് റോഡാണ്. ഇവിടെ വണ്ടി വെച്ചിട്ട് മുകളിലേക്ക് വണ്ടി കയറൂലേ? മുകളിലോട്ട് കയറൂലേ? കേട്ടാ, നല്ല റോഡല്ലേ? എവിടം വരെ വണ്ടി പോകുമോ? നല്ല റോഡാണ് കേട്ടോ. സാധാരണ ഇങ്ങനത്തെ റോഡ് കിട്ടലില്ല. ഇതിപ്പോൾ മണ്ണിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോ വണ്ടി എത്ര വരെ കയറും അത്ര വരെ കയറ്റാം. എല്ലാ ബൈക്കും മുകളിലേക്ക് വരുന്നുണ്ട്, ഒരു സീനുമില്ല. കയറ്റാൻ പറ്റുന്നവർക്ക് കയറ്റാം, അത്ര തന്നെ. ആൾട്ടോ വരെ വന്നിട്ട് നമ്മളിപ്പം വണ്ടി അവിടെ വെച്ചു. ബാക്കി ഇങ്ങോട്ടേക്ക് മുകളിലോട്ട് ബൈക്ക് എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. മുകളിലോട്ട് കയറിപ്പോവും. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ പണി കിട്ടും. അതിൻ്റെ 2 ഡിസ്കും ഇല്ല. പിടിച്ചാൽ കിട്ടൂല എന്നതിൽ ഉറപ്പാണ്. അത്രയ്ക്ക് ഇങ്ങനത്തെ കുന്നാണ്. ഇവിടെ ഇതാണ്ടോ, ഇങ്ങനത്തെ ഒരു പോത്തിൻ്റെ ഒരു ഫാം ഉണ്ട്. അതുകൊണ്ട് മുഴുവൻ നല്ല കിടില റോഡാക്കി വെച്ചേന്. മണ്ണിട്ടിട്ട് നല്ല റോഡാണ്. അതുകൊണ്ട് സുഖമായിട്ട് ഇവിടം വരെ വരും. ഇവിടുന്ന് കുറച്ച് നടക്കാമല്ലോ. നമുക്കിനി മുകളിലോട്ട് കയറി നോക്കാം. ഇവിടം വരെ തളർന്ന് 4 വീൽ വണ്ടി ഇവിടം വരെ വരും കേട്ടോ. ജീപ്പൊക്കെ ഇവിടം വരെ വരും. ഇവിടെയാണ് ഇനി ബാക്കി നടക്കാനുള്ള വഴി. നല്ല കിടിലം മലനിരകൾ കാണാൻ പറ്റും. സൂര്യന് ഉദിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ നല്ല നല്ല തണുപ്പുണ്ട്. ഡിസംബറിൽ വന്നുകൊണ്ടായിരിക്കും. എൻ്റെ കയറ്റം കണ്ട, ഇങ്ങനെയുള്ള കയറ്റം. നേരെ കാണുന്നതാണ് തിരുനെറ്റിക്കല്ലെന്ന് പറയുന്നത്. ഈ ഭാഗത്ത് 4 മലയുണ്ട് പ്രധാനമായിട്ട് ടൂറിസ്റ്റുകൾ പോകുന്നത്.
1 തിരുനെറ്റിക്കല്ല്, 2 താബോർ കുരിശുപള്ളി, 3 തെരുവുമല, 4 കൊട്ടത്തലച്ചി. ബാക്കിയുള്ള 3 സ്ഥലങ്ങളിലും നമ്മൾ വിസിറ്റ് ചെയ്തു. ഈ ചാനലിൽ അപ്ലോഡും ചെയ്തു. ഈ ഭാഗത്തിലെ ലാസ്റ്റത്തെ മലയാണ് ഇത്. ഇത് കൂടാണ്ട് വേറെ ആർക്കെങ്കിലും വേറെ മല അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് പോവാം. കണ്ടോ, നമ്മൾ ഏകദേശം ടോപ്പിലെത്താനായി. നമ്മളേകദേശം ടോപ്പിലെത്തി. നല്ല നമ്മൾ വന്ന വഴിയിലിരുന്ന് കാണുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇവിടുന്ന് കുറച്ചേ നടക്കാമല്ലോ എന്നിട്ട് വെള്ളം നിർത്തില്ല. പക്ഷെ കുറച്ചേ നടക്കാമല്ലോ, ഇങ്ങനെയല്ലേ കുന്നാന്നേ ഉള്ളൂ. തളർന്ന് നായിയായി എൻ്റെ അമ്പോ. ഞാനൊന്ന് ഒന്ന് ശരിയാവട്ടെ, സെറ്റാവട്ടെ. കുഴപ്പമില്ല, നീ എടുത്തോ. ഡാനി ഈ ഒരു സംഭവം തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞ ഒരു കല്ല്. ആ മലേൻ്റെ മണ്ടക്ക് കയറാൻ അവിടെ നല്ല ഏണിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ടോപ്പിലുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. നേരത്തെ ഒരു ചങ്ങായി പറഞ്ഞത് ഈ ഭാഗം കർണാടകയുടെയാണെന്ന് പറഞ്ഞത്. ഫോറസ്റ്റ് ഏരിയ, വലിയ മല, മൊത്തം കാടാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. രാവിലെ ഒരു 6 മണിക്കെല്ലാം വരുന്നവർക്ക് നല്ല സുഖമാണ്. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇവിടെ എത്തിയാൽ നല്ല കിടിലൻ കാഴ്ചകൾ കാണാം. ഇപ്പം കുറച്ച് വൈകിപ്പോയി. ഡാനി തോമസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ മുമ്പത്തെ വീഡിയോയിൽ. ഈ ഏണി വെച്ചോണ്ട് സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. എല്ലാവരും അതിൻ്റെ ടോപ്പിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയൊരു പാറയുണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോയി നോക്കാം. നമ്മുടെ പാലകാച്ചിപ്പാറ പോലത്തെ ഒരു സ്ഥലം. അതിൻ്റെ മുകളിലൊരു കുരിശുണ്ട്. അതിൻ്റെ നേരെ അപ്പുറത്ത് അതാണ് തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞ സംഭവം. ഇവിടെ ഇങ്ങനെ നല്ല, ഇവിടെ എത്രയോ സമയം വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. നല്ല നിരപ്പായ ഒരു പാറ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ മയിലാടിപ്പാറേൻ്റെ ഒരു സംഭവമില്ലേ, അതുപോലത്തെ ഒരു ചെറിയ ഒരു ഏരിയ. എൻ്റെ വീട് നിന്ന് നോക്കുമ്പോൾ പേടിയാണ്. അവിടെ എല്ലാം പാറയാണ്, വലിയ നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലേ പണി കിട്ടും. നല്ല അരങ്ങ് വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല ഫീല്. നമ്മൾ ഈ പാറേൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടു. ഒരു പന കൊലച്ച് നിൽക്കുന്നുണ്ടോ, ഇതാണ്ടോ. അത് ജീവിതത്തിൽ അപൂർവം മാത്രമേ കാണാൻ പറ്റൂ. നമുക്ക് ആ ഭാഗ്യം കിട്ടി ഇതിൻ്റെ മുകളിൽ നിന്നിട്ട്. പൊളി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്ര ആൾക്കാർ വരാനുള്ള കാരണം കണ്ടോ, നമ്മൾ താഴെ അവിടെ ഒരു ഫാമെല്ലാം നിർമ്മിക്കുന്നുണ്ട്. ഇപ്പം ചെറിയ കുറച്ച് പോത്തും നാൽക്കാലികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ വരെ നല്ല റോഡാണ്, മണ്ണിട്ടിട്ട്. അതുകൊണ്ട് അവിടെ വരെ വണ്ടി വരും. അതിന് ശേഷം നമ്മൾ നടന്നാൽ മതി. കുറച്ച് നടക്കാമല്ലോ, പക്ഷേ നല്ല നടക്കണം, എന്നാലേ ഇവിടെ എത്തൂ. ഇങ്ങനെ ഭയങ്കര കയറ്റായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. നല്ല സേഫ്റ്റി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വരുന്നവർ സൂക്ഷിക്കുക, കുട്ടികളെ കൂട്ടി പരമാവധി വരാണ്ടിരിക്കുക. എൻ്റെ ടോപ്പിൽ ഇരിക്കാൻ നല്ല ഇറങ്ങാം. ടോപ്പിൽ കുറേ ആൾക്കാരും ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഒരു പ്രത്യേകതരം ഫീലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ.
ഒരു പേടിപ്പെടുത്തുന്ന സുഗന്ധം പറയുന്ന പോലെ ഇവിടുന്ന് ഇവിടുന്ന് താഴേക്ക് പോകുന്നതിലൊരു പേടിയും ഇവിടെ ഇരിക്കാനുള്ളൊരു വൈബും എൻ്റെ ഏഴജന്തുക്കളെല്ലാം ഉണ്ട്. താഴെ ഒരു വലിയ പാറ, അതിൻ്റെ മുകളിലൊരു പാറ, അങ്ങനെ പാറ ടോപ്പിൽ വരെ ഓരോ പാറ ഇങ്ങനെ എടുത്ത് വെച്ച പോലെ നല്ല ഇറങ്ങുന്നുണ്ട് അത് കാണാൻ. അപ്പോൾ ഇങ്ങേക്ക് വരുന്ന വഴി എന്ന് വെച്ചാൽ ഉദയഗിരി ആണ് മെയിൻ ടൗൺ എന്ന് പറയുന്നത്. കാർത്തികപുരം, ഉദയഗിരിയിൽ നിന്ന് ജോസ്ഗിരി എന്ന് പറഞ്ഞൊരു ചെറിയൊരു കവലയുണ്ട്. ആ കവലയിൽ നിന്ന് റൈറ്റ് വന്നാൽ ഒരു 50 മീറ്റർ കഴിഞ്ഞിട്ട് പിന്നെയും റൈറ്റ് വരിക. അപ്പോൾ നേരെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ ഇവിടത്തേക്കുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, വരുന്നവർക്ക് അത് ഉപകാരപ്പെടും. അത് നോക്കിയിട്ട് വന്നാൽ മതി. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് തിരുനെറ്റിക്കല്ല് എന്നാണ്. അത് നേരിട്ട് ഗൂഗിൾ മാപ്പിൽ അടിച്ചാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ളവരും പുറത്തുനിന്ന് വരുന്നവർക്കും നല്ല അനുഭവം തന്നെയായിരിക്കും. കണ്ണൂർ ഭാഗത്തുള്ളവർ ഉറപ്പായിട്ടും ഇവിടെ വന്ന് നോക്കുക. ഇതാണ് നമ്മൾ ഫോട്ടോയിലും ഒക്കെ കാണുന്ന തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞ ഒരു പാറ. അതിനെ തൊട്ടിപ്പുറത്തിലൊരു പാറേൻ്റെ മുകളിലാണ് ഉള്ളത്. സെയിം ഹൈറ്റ് തന്നെയാണ്. ഇവിടത്തേക്ക് കയറാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു സ്റ്റെയർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചെറിയ ഏണി ആക്കി വെച്ചിട്ടുണ്ട്. അതെവിടെയും ഉറപ്പൊന്നുമില്ല, സൂക്ഷിച്ച് കയറുക, വീണ പണിയിട്ടു. പിന്നെ ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് കാണുന്നതാണ്ടോ, ഈ മുഴുവൻ കാടും കർണാടക ഫോറസ്റ്റിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഈ തിരുനെറ്റിക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലം കണ്ണൂരുള്ളവർക്ക് മാത്രമല്ല പുറത്തേക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കണ്ണൂരാണ് മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്ന സ്ഥലം. ഇപ്പോൾ നമ്മളിവിടെ വന്നേരം ഇവിടെ കുറേ ആൾക്കാരുണ്ടായി, സഞ്ചാരികളുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ കുറേ സമയം ഇരുന്നു, എല്ലാവരും പോയി. ഇപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ട്, 10-20 ആൾക്കാരുണ്ട്. അതിനകത്തുനിന്ന് 60 വയസ്സിന് മുകളിലുള്ള ആൾ മുതൽ ചെറിയ കുട്ടികൾ വരെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും വിചാരിച്ചാൽ എവിടെയും പോകാം. അവർ വന്നതെന്ന് വെച്ചാൽ 20 ആളങ്ങനെ ഉണ്ടായി. ഒരു ട്രാവലറിൽ വന്നു. അവിടുന്ന് നമ്മുടെ ഓഫ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമില്ല, അവിടുന്ന് ജീപ്പിലേക്ക് മുകളിലേക്ക് വന്നു. അപ്പോൾ സീനൊന്നുമില്ല. ഇങ്ങനെ വരുന്നവർക്ക് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അങ്ങനെ വരാം. കാറിൽ വരുന്നവർക്ക് നമ്മൾ ബൈക്ക് വെച്ച ഇവിടം വരെ കാർ വരും, അവിടുന്ന് അങ്ങനെ വരാം. എന്നാലും വലിയ സീനൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് ഇവിടെ വരാൻ പറ്റും. നമ്മൾ ഇത്രയും സമയം അതിൻ്റെ മണ്ടൊക്കെ ഇരുന്നത്. അവിടെ നല്ല വെയിലായിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയതാ. ഇവിടെ നല്ല പാറയുണ്ട്, നല്ല വ്യൂ ഉണ്ട്. ഇവിടെ നല്ല ഈ മരവിലൂടെ നല്ല തണലിലൂടെ ഇവിടെ ഇനി കുറേ സമയം ഇരിക്കാൻ വിചാരിച്ചു. ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല, ഇനി കുറേ കഴിഞ്ഞിട്ട് പോകുന്നില്ല. നമ്മൾ രാവിലെ ഏകദേശം 9:45 ഇവിടെ എത്തി. ഇപ്പോൾ 12:30 നമ്മൾ മെല്ലെ ഇറങ്ങാൻ പോക്കാം. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ, അത്രയ്ക്ക് കിട്ടിലും വൈബാണ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 12:30 നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. മനസ്സോടെ ആണെങ്കിലും ഇറങ്ങി. ഇവിടെ കള്ളുപിടിക്കാനൊന്നും പാടില്ല കേട്ടോ. ഇവിടെ ഒരു പോലീസ് ഒരു ചങ്ങാനും കൂട്ട് വന്നിട്ടുണ്ട്, കുപ്പിയുടെ ചാടിയെന്ന് വെച്ചിട്ട്. അപ്പോൾ എസ് ഐ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊറോണ സെറ്റപ്പെല്ലാം പാലിച്ചിട്ട് ഇവിടെ കള്ളുപിടിയോ ഒരു പരിപാടിയും നടക്കില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. നമ്മൾ നല്ല ഇറങ്ങണം. അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇഷ്ടംപോലെ ഫാമിലീസ്. ഇതാണ്ടോ ഇഷ്ടംപോലെ ഫാമിലീസ് വരുന്നുണ്ട്. വരുന്നവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്ന കുട്ടികളെ മാത്രം കൂട്ടിക്കൊണ്ടുവരും. അതായത് നടക്കാൻ തുടങ്ങിയ പാട് 1 വയസ്സ് 2 വയസ്സിൽ പിള്ളേരെ കൊണ്ടുവന്നാൽ കേണിയും. കാരണം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത് നടന്ന് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അന്നേരം അവരെയും കൂടി കൂട്ടുമ്പം ഇടങ്ങേറാവും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നമ്മൾ ഏകദേശം താഴെത്തി, ബൈക്ക് വെച്ചെടുത്ത് എത്താറായി. മുകളിലേക്ക് കയറുമ്പം കുറേ സമയം എടുത്ത്, താഴേക്ക് എത്ര പെട്ടെന്ന് എത്തുന്നത്. നമ്മൾ ഏകദേശം താഴെത്തി. ഈ ഒരു ഭാഗം മാത്രം
ഈ ഒരു കുന്നും കൂടി കയറിയാൽ നമുക്ക് മുകളിലെത്തി ജീപ്പൊക്കെ വെക്കുന്ന സ്ഥലത്തെത്തി. പക്ഷേ ഇത് കയറാൻ ഭയങ്കര പണിയാണ്, കയറിയാൽ ഇറങ്ങാനും. നമ്മളിപ്പോൾ അതെല്ലാം ഇറങ്ങി താഴെത്തി, ബൈക്ക് പാർക്കിങ്ങിൻ്റെ ഏകദേശം അവിടെ എത്തി. നമ്മൾ ബൈക്ക് വെച്ചെടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ എത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. നമ്മൾ പോയ സ്ഥലമാണ് അത്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി താഴെ എത്തി.